ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഫഹദ് ഫാസിൽ നായകനെത്തിയ സിനിമയാണല്ലോ ആവേശം. സിനിമയുടെ ആദ്യത്തെ മുഴുനീള അഭിപ്രായങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയാണ് ആദ്യ ദിവസം തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത്. ഫഹദ് നായകനെ എത്തിയ ഒരു സിനിമ ഒരു കംപ്ലീറ്റ് കോമഡി മാസ് ആക്ഷൻ എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നേരത്തെ ആദ്യ പകുതിക്ക് തന്നെ വളരെ മികച്ച അഭിപ്രായങ്ങളല്ല, എക്സ്ട്രാ പോസിറ്റീവ് അഭിപ്രായങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞതാണ്. രണ്ടാം പകുതിയിൽ ആദ്യ പകുതി വെച്ച് നോക്കുമ്പോൾ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അല്പം താഴെ രണ്ടാം പകുതി പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ലാഗ് ഉണ്ട് തുടങ്ങിയ അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ക്ലൈമാക്സ് ഒരു കിടിലൻ ട്രാക്കിലേക്ക് എത്തപ്പെട്ടതോടെ സിനിമയ്ക്ക് ആകെ മൊത്തത്തിൽ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം തിയേറ്ററുകളിൽ ലഭ്യമായിരിക്കുന്നത്. ഫഹദിന്റെ ഒരു എനർജറ്റിക് പ്രകടനം രംഗയായിട്ട് ഫഹദ് ജീവിച്ചു. അതോടൊപ്പം തന്നെ വേറെ ലെവൽ മാനറിസംസ്, ആക്ഷൻ സീൻസ്, കോമഡി സീൻസ് എല്ലാം തന്നെ ഉൾപ്പെട്ട ഒരു സിനിമയായിട്ട് ഫഹദിന്റെ ആവേശം മാറിയിരിക്കുകയാണ്. ഫഹദിനോടൊപ്പം തന്നെ സിനിമയിൽ സച്ചിനൊപ്പം തന്നെ 3 പിള്ളേർക്ക് കൂടി മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമാകുമ്പോൾ ഈ ഫെസ്റ്റിവൽ സീസണിലെ തിയേറ്ററുകളിൽ ഉറപ്പായിട്ടും കാണാവുന്ന, ഒപ്പം തന്നെ പൈസ വസൂൽ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയായിട്ട് ആവേശം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. രോമാഞ്ചം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയൊരുക്കിയ ജിത്തു മാധവന്റെ സംവിധാനം, മികച്ച മേക്കിംഗ്, അതോടൊപ്പം തന്നെ സുഷിൻ ശ്യാമിന്റെ സംഗീതം, കൂടാതെ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾക്കെല്ലാം തന്നെ വളരെ മികച്ച അഭിപ്രായങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. ആദ്യ പകുതിയിൽ ഇന്റർവെൽ സീൻസ് ആണ് സിനിമയുടെ ഒരു ഗ്രാഫ് ഉയർത്തിയതെങ്കിൽ രണ്ടാം പകുതിയിൽ ക്ലൈമാക്സ് സീൻസ് ആണ് സിനിമയുടെ ഗ്രാഫ് വേറെ ലെവലിലേക്ക് ഉയർത്തുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ആക്ഷൻ സീൻസ് കൊണ്ടെല്ലാം തന്നെ സമ്പന്നമായ ആവേശം പോസിറ്റീവ് നേടിയെടുക്കുമ്പോൾ ഇനി നാം ഉറ്റുനോക്കുന്നത് ഫഹദിന്റെ സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനങ്ങളിലേക്കാണ്. അങ്ങനെ ഈദ് വിഷു സിനിമകളിലെ മറ്റൊരു മലയാളം സിനിമയ്ക്ക് കൂടി പോസിറ്റീവ് ലഭ്യമായിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.